ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് 2 ദിവസത്തെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പം പിള്ളേരോണം ആയിരുന്നല്ലോ. പിള്ളേരോണത്തിൻ്റെ അന്ന് പാത്തൂന് പരിപ്പും പായസവും ഒക്കെ വെച്ചിട്ട് പാത്തൂന് ഇലയിൽ ചോറ് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ വീക്കെൻഡ് സാറ്റർഡേ സൺഡേ മൺഡേ എല്ലാവർക്കും അവധിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചേച്ചിയുടെ അടുത്ത് കോയമ്പത്തൂരിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതും എല്ലാം കൂടെ ഉള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ കുറച്ച് താമസിച്ചാട്ടോ പണികളൊക്കെ തുടങ്ങുന്നത്. കാരണം ഇന്ന് ദിനുവിന് ഓഫീസിലേക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണ്ട, ഉച്ചയ്ക്കത്തെ ലഞ്ച് ഇന്ന് ഓഫീസിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പതുക്കെ പണികൾ തീർത്താൽ മതിയായിരുന്നു. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കള കയറി പുട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ പുട്ടാണ്. ചിലരൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ അറിയത്തില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം കറിയൊന്നും വേണ്ടാത്തൊരു പുട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് എത്ര പുട്ടുപൊടി എടുത്തോ അത്രയും തന്നെ വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അതങ്ങനെ ഇരിക്കണം. അപ്പോഴത്തേക്ക് ആ ഒരു പുട്ടുപൊടിയുടെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പോകട്ടോ. അപ്പോൾ ഏത്തപ്പഴം എടുത്തത് കൊണ്ടാണ് ഞാൻ പുട്ടിലേക്ക് പഞ്ചസാര ഇട്ടത്. അപ്പോൾ സാധാരണ നമ്മൾ കടലക്കറിക്കൊക്കെയാണ് പുട്ടുണ്ടാക്കുന്നതെങ്കിൽ പഞ്ചസാര ഇടാറില്ല. ഇങ്ങനെ ഒരു കാര്യത്തിനായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ടത്. ഇനിയിപ്പോൾ ഈ ഏത്തപ്പഴം എങ്ങനെയാണ് ഞാൻ പുട്ടിൽ വെച്ച് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതായാലും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ആ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താലായിരിക്കും പെട്ടെന്ന് വെന്ത് കിട്ടുക കേട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം ചെറുതാക്കി അരിയാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഏത്തപ്പഴം കൂടെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പുട്ടുപൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചധികം തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അങ്ങനെ തേങ്ങയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഏത്തപ്പഴം കൂടെ ഞാൻ അതിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി. ഇനിയിപ്പോൾ അത് പുട്ടുകുറ്റിയിലേക്ക് വെച്ചിട്ട് ആവി കയറ്റിയാൽ മതിയാകും കേട്ടോ. അങ്ങനെ നമ്മൾ ഏത്തപ്പഴം മുഴുവനായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പുട്ടിട്ട് കൊടുക്കുമ്പോഴേ പുട്ടുപൊടി ഇട്ടിട്ട് ഓരോ ലെയറായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഒരു ലെയർ പുട്ടുപൊടി ഇട്ടാൽ ഒരു ലെയർ ഏത്തപ്പഴം വെച്ചിട്ട് അങ്ങനെ നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് പുട്ടുകുറ്റിയിൽ ഒന്നിച്ച് വെച്ച് കൊടുത്താലും മതിയാകും. ഇപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് അങ്ങ് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ. ഒരു 2-3 മിനിറ്റ് മതിയാകും. അതിനുള്ളിൽ തന്നെ നന്നായിട്ട് പുട്ട് ആവി കയറി വരും കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് തന്നെ നമ്മൾ ഏത്തപ്പഴം അരിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് ആ പുട്ടിൻ്റെ ആ പൊടി കുക്കാവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഏത്തപ്പഴവും കുക്കായി കിട്ടും. അപ്പോൾ ഏത്തപ്പഴം കഴിക്കുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പുട്ടും കഴിക്കും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏത്തപ്പഴവും കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുന്ന സമയത്ത് നമ്മളിങ്ങനെ പുട്ടുണ്ടാക്കിയിട്ട് ഒന്ന് ഉരുളയാക്കി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉരുളകളാക്കി ഉരുട്ടി ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുത്താൽ അവർ സ്കൂളിലാണെങ്കിലും കൊണ്ടുപോയിക്കോളും. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് ആവി പറക്കുന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. ഇനിയിപ്പോൾ ഡിന്നറിന് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അങ്ങനെ പാത്തു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് അവളെ ഒന്ന് ഫ്രഷ് ആക്കി അവൾക്ക് ഞാൻ പുട്ടും പഴവും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദിനു രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോയായിരുന്നു. അപ്പം ദിനു പോകുന്നതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ആ സമയത്താണ് പാത്തു എണീറ്റതും പിന്നെ അവളെ റെഡിയാക്കാനായിട്ടൊക്കെ പോയത്. അപ്പോൾ ദിനു പോയതിന് ശേഷമാണ് പിന്നെ പാത്തുവിന് ഞാൻ ഫുഡൊക്കെ കൊടുക്കുന്നത്. പിന്നെ പാത്തു കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും കഴിച്ചു. അതിനുശേഷം വന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് കിച്ചൺ സ്ലാബൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. ഇനി വേണം ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കാനായിട്ട്. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഓണത്തിനേക്ക് നമ്മളിനി കാര്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇന്നിപ്പോൾ രാത്രി നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ഒരുപാട് ഉണ്ടാക്കിയാലും വേസ്റ്റ് ആകും. പിന്നെ നാളെ രാവിലെ നമുക്ക് കോയമ്പത്തൂർക്ക് പോകാനുള്ളതുമാണ്. അപ്പം ഞാൻ ജസ്റ്റ് പരിപ്പ് കറി വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബീട്രൂട്ട് പച്ചടി വെക്കുന്നുണ്ട്, അവിയലും വെക്കുന്നുണ്ട്, കടലപ്പരിപ്പ് പായസം വെക്കുന്നുണ്ട്, പപ്പടം ഇത്രേ വെക്കുന്നുള്ളൂ. ബാക്കിയൊന്നും ഇപ്പോൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നില്ല. കാരണം ഉണ്ടാക്കിയ വേസ്റ്റായി പോകും. അതും വെക്കുന്ന കറികളെല്ലാം കുറച്ചാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്ന റെസിപ്പീസ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കറികളുടെ ഒന്നും റെസിപ്പി കാണിക്കുന്നില്ല. അതുപോലെ തന്നെ കടലപ്പരിപ്പ് പായസത്തിൻ്റെ ആണെങ്കിലും ഞാൻ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ചോപ്പറിലിട്ടിട്ട് ബീട്രൂട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. കാരണം നമ്മൾ ബീട്രൂട്ട് പച്ചടി വെക്കാനായിട്ട് എളുപ്പത്തിൽ ചോപ്പ് ചെയ്ത് കിട്ടും. അതാകുമ്പോൾ നമ്മുടെ പണി എളുപ്പമുണ്ട്. അപ്പോൾ അത് ചോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം പരിപ്പ് കറിക്ക് വേണ്ട തേങ്ങയൊക്കെ അരച്ചൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെക്കുന്ന എല്ലാ കറികളും തന്നെ
കുക്കറിലാണ് വെക്കുന്നത്. ആകെപ്പാടെ ബീറ്റ്റൂട്ട് പച്ചടി മാത്രമേ ഉള്ളൂ ഞാൻ അല്ലാതെ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊന്നും നമുക്ക് ഒരുപാട് കഴുകാനായിട്ട് വരില്ല. വൺ പോട്ട് ആയിട്ട് നമുക്കെല്ലാം ചെയ്ത് തീർക്കാം. ഓരോന്ന് കഴിയുമ്പോൾ ആ കുക്കർ കഴുകി വീണ്ടും വീണ്ടും ഓരോന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് അധികം ജോലിയുള്ളതായിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കറികളാണ് ഇന്ന് ഞാൻ വെക്കുന്നതെല്ലാം തന്നെ. അപ്പോൾ ആ കുക്കർ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അവിയൽ ഇനി കുക്കറിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഒന്നും ഇല്ല, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടാണ് അവിയൽ വെക്കുന്നത്. നമ്മൾ 2-3 ദിവസത്തേക്ക് ഇനിയിപ്പോൾ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെയാണ് പിന്നെ വെജിറ്റബിൾ ഒന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചു. ഒരു തട്ടിക്കൂട്ട് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല കുക്കറിൽ കുറച്ച് എന്താ പറയുക കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ അവിയൽ വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കറിൽ അവിയൽ വെക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് തൈരൊക്കെ ചേർത്ത് കടുക് വറുത്ത് നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്തൂന് ഇഷ്ടമുള്ള കറികൾ നോക്കിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പാത്തൂന് ഈ ബീറ്റ്റൂട്ട് പച്ചടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ കളർ കണ്ടിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ പിള്ളേരോണം സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാത്തു ചെറുതായിരുന്നു കുറച്ചും കൂടെ. അതിൻ്റെ വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ അവിയലൊക്കെ റെഡിയായി വരും. ഇനിയിപ്പം നമ്മൾ അതേ കുക്കർ കഴുകിയെടുത്തിട്ട് അതിലേക്ക് കടലപ്പരിപ്പ് പായസം വെക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നെയ്യൊക്കെ ഒഴിച്ച് അതിലേക്ക് കടലപ്പരിപ്പിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കും. അതിനുശേഷം പിന്നെ ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് നമ്മൾ വറ്റിച്ച് നല്ല അടിപൊളി പ്രഥമനാക്കി എടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും. ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് വലിയ ഉരുളിക്കകത്തൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ അടുപ്പിച്ച് കുറേ സമയം കിച്ചണിൽ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പാത്തു വന്നിട്ട് അമ്മ എനിക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പാത്തുവിൻ്റെ കൂടെ പോയിരുന്ന അവൾക്ക് റൈംസ് ഒക്കെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. അവളുടെ ബോറടി മാറ്റാമെന്നും പറഞ്ഞിട്ട് ഞാൻ കൂടെ പോയിരുന്നതാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഓക്കെ ആയി. അപ്പം ഞാൻ തിരിച്ച് വന്നിട്ട് തേങ്ങാപ്പാലൊക്കെ ഒന്ന് എടുത്തു. 1-ാം പാലും 2-ാം പാലും വെച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കാറ്. 3-ാം പാൽ എടുക്കാറില്ല. അപ്പോൾ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നല്ല പോലെ കുക്കായി വന്ന കടലപ്പരിപ്പിലേക്ക് നമ്മൾ ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിക്കും. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ എപ്പോഴും ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ പാനിയാക്കി അരിച്ചതിന് ശേഷം സ്റ്റോർ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര വെച്ചിട്ടുണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പോയി ഉരുക്കി അരിച്ച് അതെടുത്ത് വരുമ്പോൾ തന്നെ ഒരുപാട് ടൈം എടുക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരുപാട് നാളൊന്നുമില്ല, കുറച്ചായിട്ട് ഞാൻ എടുത്ത് വെക്കാറുള്ളൂ കേട്ടോ. 1-2 ഉണ്ടയൊക്കെ ഉരുക്കി വെക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ പതയൻ ശർക്കര കിട്ടുമല്ലോ പാനിയായിട്ട്, അതാണെങ്കിലും ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരുക്കി അരിച്ച് ഫ്രിഡ്ജ് വെക്കാറാണ് പതിവ്. അങ്ങനെ നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡിയായി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കൂടെ നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതും കൂടി ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചുക്കുപൊടിയൊക്കെ ഇടാം. ഞാൻ ഏലക്ക മാത്രമേ ഇടാറുള്ളൂ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ചോറും ബീറ്റ്റൂട്ട് പച്ചടിയും പരിപ്പ് കറിയും അതുപോലെ തന്നെ കടലപ്പരിപ്പ് പായസം, അവിയൽ, പിന്നെ നാരങ്ങ അച്ചാർ, വെള്ള നാരങ്ങ അച്ചാർ ഞാൻ വീട്ടിൽ തന്നെ ഇട്ടതായിരുന്നു, അത് തീരാറായി. പിന്നെ പപ്പടം ഉണ്ട്. പിന്നെ വാഴയില നമ്മൾ കഴിഞ്ഞ വട്ടം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ വാഴയിലയാണ്. നമുക്ക് വാഴയിലയൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ പാത്തുവിന് സദ്യ തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ടേബിളിൽ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാത്തുവിന് ഞാൻ വിളമ്പിയൊക്കെ കൊടുക്കുകയാണ്. വിളമ്പിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മേ എനിക്ക് എന്തിനാണ് ഇപ്പോൾ സദ്യ തരുന്നതെന്നൊക്കെ. ഇപ്പം പിള്ളേരോണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും കഴിക്കാമെന്നും പറഞ്ഞൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ അമ്മ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അവൾ എന്തായാലും തന്നെ ഇരുന്ന് പപ്പടമൊക്കെ പൊടിച്ചിട്ടിട്ട് കഴിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ 1-2 വായൊക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആളും മടുത്തു കേട്ടോ. പിന്നെ ഞാനും കൂടെ കഴിക്കാനിരുന്നപ്പോഴത്തേക്കും അവൾ പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് വെള്ളം കുടിക്കുകയാണ്. ഞാൻ കഴിച്ച കൂട്ടത്തിൽ അവൾക്കും കുറച്ച് കൊടുത്ത് അവളെയും കൂടെ കഴിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സദ്യയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ വാഴയിലൊക്കെ ഇട്ട് കഴിക്കുമ്പോഴത്തേക്കും തന്നെ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ പോലെ തോന്നും. വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ എന്തായാലും നമ്മൾ തന്നെ ഒന്നും ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടത്തില്ല. പിന്നെ പാത്തുവിനൊരു കമ്പനി ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും കൂടെ ഇലയിട്ട് അവളുടെ കൂടെ ഇരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പിള്ളേരോണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ പിറ്റേ ദിവസം ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കോയമ്പത്തൂരിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയായി. രാവിലെ പോകാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്, പക്ഷെങ്കിൽ എല്ലാം കഴിഞ്ഞ് റെഡിയായി വന്നപ്പോഴത്തേക്കും ഒരു 11 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ പാത്തുവിൻ്റെ ഷാർക്കൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആൾ പറഞ്ഞു എനിക്ക് പില്ലോ വേണം, ഷാർക്ക് വേണം, ഞാൻ പുറകിൽ തന്നെ ഇരിക്കുന്നതെന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെ അവൾ തന്നെ പുറകിലിരുന്നിട്ടില്ല. ഞാൻ ഇരിക്കുവാണെങ്കിലേ അവൾ പുറകിലിരിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് പുറകിലായിരിക്കുന്നതെന്ന് പറഞ്ഞ് പുറകിൽ കയറി ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു 11:15 ആയപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു അവിടുന്ന്. ആ ഒരു ടൈമിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. നമ്മൾ ഡ്രൈവ് ചെയ്ത് മടുക്കും. അതുപോലെ തന്നെ നമ്മൾ വണ്ടിക്കകത്തിരുന്നും നല്ല പോലെ ടയേർഡാകും. കാരണം ഈ ഒരു ടൈമിൽ നല്ല ചൂടുകൊണ്ട് ഇങ്ങനെ വണ്ടി പതുക്കെ 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 പോകുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ മടുക്കും. ഒന്നെങ്കിൽ നമ്മൾ രാവിലെ പോകണം, ഏർലി മോർണിംഗ് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ പോവുകയാണെങ്കിൽ നമ്മൾ വലിയ മടുക്കാതെ പെട്ടെന്ന് തന്നെ കോയമ്പത്തൂർ എത്തും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് പോയിട്ട് രാത്രി എത്തുന്ന പോലെ പോകണം. ഇതിപ്പോൾ നമ്മൾ ഒന്നും അല്ലാത്ത സമയത്താണ് ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും മടുത്തു. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് സ്റ്റാർ ബിരിയാണിയിലാണ്. നമ്മൾ കൈയൊക്കെ കഴുകി വന്നിരുന്നപ്പോൾ തന്നെ അവർ ഇല കൊണ്ടുവന്ന് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് അവർ ഇലയിലാണ് ഈ ബിരിയാണി സെർവ് ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ സ്റ്റാർ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റാർ ബിരിയാണിയുടെ കൂടെ അവർ നമുക്ക് തരുന്നത് ഒരു ബ്രിഞ്ചാൾ കറിയും അതുപോലെ തന്നെ സാലഡുമാണ്. സാലഡ് നല്ല തണുത്തിരിക്കുന്ന സാലഡായിരുന്നു. ബ്രിഞ്ചാൾ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണി കൊണ്ടുവന്ന് തന്നു. ബിരിയാണിക്കകത്ത് വരുന്ന ചിക്കൻ പീസ് നല്ല പോലെ കുക്കായിട്ടുണ്ട്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ബിരിയാണിയുടെ കൂട്ടത്തിൽ പെപ്പർ ചിക്കനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണി നല്ലതായിരുന്നു കേട്ടോ. കുറച്ച് എരിവുണ്ട്, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് എരിവുള്ളതായിട്ട് തോന്നും. പാത്തു പിന്നെ എരിവൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ പാത്തുവിനും കൊടുത്ത് ഞാനും കഴിക്കായിരുന്നു. ആ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് വെയിൽ വരുന്നത് കൊണ്ട് ആണ് നിങ്ങൾക്ക് ഫേസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്, വെയിലടിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കഴിച്ച സ്റ്റാർ ബിരിയാണി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരു വട്ടമൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ബിരിയാണി ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് റെസ്റ്റ് റൂമിലൊക്കെ പോയി. റെസ്റ്റ് റൂമിലൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ഇത് ഹൊസൂറിലാണ് കേട്ടോ ഈ ഒരു സ്റ്റാർ ബിരിയാണി. എന്നിട്ട് തിരിച്ച് നമ്മൾ വണ്ടിയിലേക്ക് വന്നതാണ്. ഇനിയിപ്പോൾ നേരെ കോയമ്പത്തൂർ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കുറച്ച് ദൂരം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കരിക്ക് കണ്ടു കേട്ടോ. അങ്ങനെ കരിക്കും വെള്ളം കുടിക്കാമെന്നും പറഞ്ഞ് നിർത്തി 3 പേരും കരിക്കും വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ പാത്തു ആണെങ്കിലും കരിക്കും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. നമ്മൾ ബാംഗ്ലൂർ ഒരു എന്താ പറയുക, നല്ല തണുത്ത ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചൂടുള്ള ഒരു ക്ലൈമറ്റിലേക്ക് കേട്ടോ വന്നത്. ഈ ഒരു ചൂടിൽ നമ്മൾ കരിക്കൊക്കെ കുടിച്ചപ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസം കിട്ടി കേട്ടോ. അങ്ങനെ കരിക്കൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. പിന്നെ കുറേ സമയം പാത്തു ആണെങ്കിൽ എൻ്റെ മടി കിടന്ന് ഉറങ്ങിയായിരുന്നു. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ വീടെത്താറായപ്പോഴത്തേക്കാണ് ഈ ഒരു മയിലിനെ കണ്ടോ. ഇവിടെ ഒത്തിരി മയിൽ വരും. അപ്പോൾ മയിലിനെ കണ്ട് വണ്ടി നിർത്തി ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ചേട്ടൻ വന്നപ്പോഴത്തേക്കും മയിൽ ഓടി പോവുകയാണ്. എന്തായാലും നല്ല ഭംഗിയായിരുന്നു അടുത്ത് മയിലിനെ കാണാനായിട്ട്. അങ്ങനെ അവസാനം നമ്മൾ വീടിനടുത്ത് എത്തി. അപ്പോൾ ചേച്ചിയൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. 2 പേരും ഓഫീസിൽ നിന്ന് എത്തിയിട്ടില്ല. നമ്മളാണ് ആദ്യം വന്നത്. നമ്മൾ ആദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പതുക്കെയാണ് വന്നത്. എന്നിട്ട് പോലും നമ്മൾ തന്നെ ആദ്യം വന്നു. പിന്നെ കീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കീ മേടിച്ച് നമ്മൾ ഡോറ് തുറന്ന് കയറാമെന്ന് വിചാരിച്ചാൽ അവർ വരുന്നിടം വരെ വെളിയിൽ വെയിറ്റ് ചെയ്യണ്ടല്ലോ. അങ്ങനെ നമ്മൾ പെരക്കകത്ത് കയറി. പിന്നെ കട്ടൻ ചായ ഒക്കെ ഇട്ടു. ഞാൻ അവരും കൂടെ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും കൂടെ ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കട്ടൻ ചായ ഒക്കെ ഇട്ട് വെച്ചു. അങ്ങനെ കട്ടൻ ചായ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ 2 പേരും എത്തി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകും 2 പേരും എന്നും ഓഫീസിൽ നിന്ന് വരാനായിട്ട്. അപ്പോൾ ഇതാണ് ചേച്ചി, എൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണ്. പേര് ദീപ. കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും, ആദ്യം തൊട്ടുള്ള വ്യൂവേഴ്സിനൊക്കെ അറിയാം. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഇത് രണ്ടാമത്തെ ചേച്ചി. മൂത്ത ചേച്ചി നാട്ടിൽ തന്നെയാണ്, പാലായിൽ തന്നെയാണ്. അപ്പം ഞാനാണ് ഏറ്റവും ഇളയത്. അപ്പം ചേച്ചി വന്നു. ചേട്ടൻ പുറകിന് തന്നെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രശാന്തി ഏട്ടൻ ദിനുവിൻ്റെ കസിൻ ബ്രദർ കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ വരുന്നത് ഇവിടുത്തെ നമ്മുടെ എല്ലാവരുടെയും കൂടിയുള്ള വിശേഷങ്ങളും ഇവിടുത്തെ ദിവസങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോകളൊക്കെ നിങ്ങൾ എന്തായാലും കാണാനായിട്ട് മിസ്സാക്കരുത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനിയിപ്പം എല്ലാവരും പോയി കുളിച്ച് ഫ്രഷ് ആകണം. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ പാത്തുവിൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് കുറച്ച് ബുക്കും സ്കെച്ച് പെന്നും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.